ഇറാൻ ആണെന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ്. അപ്പോൾ യുദ്ധം മുന്നോട്ട് പോകും തോറും ക്രൂഡ് ഓയിലിൻ്റെ വിലയും പോകുന്നു മുകളിലേക്ക് തന്നെ. എണ്ണ വിലയും കൂടി. സംഘർഷഭരിതമായി നിൽക്കുമ്പോഴും നമ്മളുടെ നാട് ആശങ്കയുടെ മുൾമുനയിൽ തന്നെയാണ്. യുദ്ധം ഇനി എങ്ങോട്ടേക്കാണ്, എന്തൊക്കെയാണ് ഇപ്പോൾ സംഭവിക്കുന്നത്? അതാണ് ഇന്നത്തെ ഔട്ട് ഓഫ് ദ ബോക്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. എന്നോടൊപ്പം ജോയ്സ് മാത്യു ചേരുന്നു. ജോയ്സ്, എനിക്കറിയാം, എനിക്ക് തോന്നുന്നു യുദ്ധത്തെക്കുറിച്ചൊക്കെ കാര്യമായ രീതിയിൽ തന്നെ നിരീക്ഷണങ്ങൾ നടത്തുന്ന ഒരു വ്യക്തി തന്നെയാണ്. അപ്പോൾ എന്താണ് യുദ്ധത്തിൻ്റെ ഇനി ഉള്ള കാഴ്ചപ്പാടുകൾ? നമ്മൾ ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യം നോക്കുകയാണെങ്കിൽ, യുദ്ധത്തിൻ്റെ ഇപ്പോഴത്തെ ഈ ഒരു പോക്ക് നോക്കുകയാണെങ്കിൽ ശരിക്കും വളരെ ഗുരുതരമായിട്ടുള്ള, അല്ലെങ്കിൽ ഒന്നാം ടൈമിനേക്കാളും വളരെ ഗുരുതരമായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ ഈ ഒരു പശ്ചിമേഷ്യയുടെ ഒരു പോക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് വിലയിരുത്താം. അതായത് ആദ്യത്തെ ഒരു ടൈമിലെ യുദ്ധം എന്ന് പറഞ്ഞാൽ അത് ശരിക്കും അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള, അല്ലെങ്കിൽ ഇസ്രായേലും അമേരിക്കയും സംയുക്തമായിട്ട് നടത്തിയ ഒരു ആക്രമണം എന്ന് പറയുന്നത് വളരെ തന്ത്രപ്രധാനമായിട്ടുള്ള ചില കേന്ദ്രങ്ങൾ മാത്രം ലക്ഷ്യം വെച്ച് ഉള്ള ഒരു ആക്രമണമായിരുന്നു. അതായത് ഇറാനെ പൂർണ്ണമായിട്ടും നശിപ്പിക്കാൻ തന്നെ ഇറാന്റെ ഒരു നേതൃമാറ്റം, അല്ലെങ്കിൽ അവിടെ ഒരു തിരിച്ചടിക്കുന്ന സംവിധാനങ്ങൾ ഇരിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ അമേരിക്ക പോകുന്നത്. അതായത് വൈദ്യുത നിലയങ്ങളായാലും ശരി, ആണവ കേന്ദ്രങ്ങളായാലും ശരി, അതുപോലെ ഈ IRGC ഉപയോഗിക്കുന്ന ബോട്ടുകളാണെങ്കിലും ശരി, അങ്ങനെ എല്ലാ കേന്ദ്രങ്ങളിലും തുടർച്ചയായിട്ടുള്ള ആക്രമണങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം 13 ദിവസമായിട്ട് ഒരു ദിവസം പോലും ഇടവേളയില്ലാതെ എല്ലാ ദിവസവും വളരെ ശക്തമായിട്ടുള്ള ആക്രമണം നടക്കുന്നുണ്ട് എന്നുള്ളത് ഒരു എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഉള്ള ഈ ഒരു ആക്രമണം വിലയിരുത്തുകയാണെങ്കിൽ അത് കഴിഞ്ഞതിനേക്കാളും വളരെ ഗുരുതരമായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനെ തുടർന്ന് ഇറാന്റെ ഒരു തിരിച്ചടി, അത് നമുക്ക് പറയാതിരിക്കാൻ സാധിക്കത്തില്ല. ഇറാൻ തിരിച്ചടിക്കുന്നതാണെങ്കിലും അമേരിക്കയ്ക്ക് നല്ല രീതിയിലുള്ള നഷ്ടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. മറ്റ് ഗൾഫ് രാജ്യങ്ങളായാലും ശരി, ഇറാന്റെ ഈ തിരിച്ചടിയിൽ വലിയ തലവേദന സൃഷ്ടിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങൾക്ക് വലിയ തോതിലുള്ള ഒരു തലവേദന ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അപ്പോൾ മറ്റൊരു ചോദ്യചിഹ്നമായി നിലനിന്നിരുന്നത് ഹോർമൂസ് ആണ്. ഹോർമൂസിന് പകരം എന്ന് പറയത്തില്ല, ഹോർമൂസിനോടൊപ്പം തന്നെ ഇപ്പോൾ ചെങ്കടല് ഈക്വലായി തന്നെ ഇപ്പോൾ ചെങ്കടല് ഹൂതികൾ പ്രശ്നമുണ്ടാക്കി തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ റോജി കുറച്ച് മുന്നേ പറഞ്ഞതുപോലെ ഈ ഹൂതികൾക്ക്, അല്ലെങ്കിൽ പ്രോക്സി ഗ്രൂപ്പുകൾ എന്ന് നമുക്ക് പറയാം, ഹൂതികൾക്ക് മാത്രമല്ല പ്രോക്സി ഗ്രൂപ്പുകൾക്ക് ഇറാന്റെ പിന്തുണ ഉണ്ട് എന്ന് ഇറാൻ തന്നെ തുറന്ന് സമ്മതിച്ച സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഇവർക്കുള്ള ആയുധങ്ങൾ എത്തിക്കുന്നത് ഇറാനാണ്, IRGC ആണ് എന്നുള്ള ഒരു വ്യക്തമായിട്ടുള്ള ചിത്രം ഇപ്പോൾ പുറത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ എല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ ഇപ്പോഴത്തെ ഒരു പോക്ക് നമ്മൾ വിലയിരുത്തുകയാണെങ്കിൽ യുദ്ധം അത് പശ്ചിമേഷ്യ മാത്രമല്ല, നമ്മുടെ നാടുകളിലേക്ക് ഒക്കെ വ്യാപിക്കുന്ന ഒന്നായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം പശ്ചിമേഷ്യയിൽ അവിടെ സമാധാനം ഉണ്ടാകുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ പോക്കറ്റുകളിലാണ്, അവരുടെ അകത്തളങ്ങളിലേക്കാണ് യുദ്ധം വ്യാപിച്ചത് എന്ന് നമുക്ക് പറയാം. കാരണം എണ്ണവില വളരെ വേഗം തന്നെ മുന്നോട്ട് കുതിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ക്രൂഡ് ഓയിലിന്റെ വില വർദ്ധിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇനി പാചകവാതകത്തിന്റെ വിലയുടെ ഒരു അവസ്ഥ എന്താകുന്നുള്ളത് ചിന്തിക്കണം. കാരണം സാധാരണക്കാരായ ജനങ്ങൾക്ക് യുദ്ധം നടക്കുന്നുണ്ട് എന്നുള്ളതല്ല നോക്കേണ്ടത്, ഞങ്ങളുടെ പോക്കറ്റിൽ നിന്നും എത്രത്തോളം ചോർച്ച ഉണ്ടാകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു സംശയമായി വരുന്നത്. ഇപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞതിലേക്ക് തന്നെ വരികയാണെങ്കിൽ, ഈ ഹൂത്തികൾക്ക്, ചെങ്കടലിലെ ഹൂത്തികൾക്ക് ആയുധം നൽകുന്നത് IRGC ആണ്, ഇറാൻ ആണ് എന്ന് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിക്കുകയുണ്ടായി. അതിന് തക്കതായ കാരണങ്ങൾ എന്തെല്ലാമാണെന്നാണ് ശരിക്കും നമ്മൾ ഈ യുദ്ധത്തിന്റെ തുടക്കം നോക്കുകയാണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഇസ്രായേൽ അമേരിക്ക ആ ഒരു പക്ഷവും ഇറാന് തമ്മിലുള്ള ഒരു ശത്രുതയുടെ ഒരു കാര്യം, അതാണ് ഇപ്പോൾ ഈ പ്രോക്സി ഗ്രൂപ്പുകൾക്ക് ആയുധം അടക്കമുള്ള സംവിധാനങ്ങൾ കൊടുക്കാനുള്ള ഒരു കാരണം. ആ ഒരു ശത്രുതയുടെ കാരണം നോക്കുകയാണെങ്കിൽ അത് മതപരമായിട്ടുള്ളൊരു കാരണമാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് ചരിത്രം നോക്കുകയാണെങ്കിൽ ആദ്യകാലത്തെ ഇറാൻ, ഇതിനു മുൻപുണ്ടായിരുന്ന ഇറാൻ എന്ന് പറയുന്ന ആ ഒരു രാജഭരണം നിലനിന്നിരുന്ന ആ ഒരു രാജ്യം ഏറ്റവും ആദ്യമേ ഇസ്രായേലിനെ ഒരു രാജ്യമായിട്ട് അംഗീകരിച്ചത് ഇറാനാണ്. മനസ്സിലായോ? അതേ ഇറാനുമായിട്ടാണ് ഇപ്പോൾ ശത്രുതയുള്ളത്, പക്ഷെ അവിടുത്തെ ഭരണം വേറെ ആൾക്കാരുടെ കയ്യിലാണ് എന്നുള്ളതാണ് അതിലൊരു കാരണം. അപ്പോൾ ഈ രണ്ടാമത്തെ ആൾക്കാർ, അല്ലെങ്കിൽ രണ്ടാമത്തെ ആ ഒരു ടീം ഭരണം പിടിച്ചെടുത്തതിന് ശേഷം അവർ ഇതേ ഇസ്രായേലിനെതിരെ, ഈ രാജ്യം തന്നെ ഒരു രാജ്യമായിട്ട് പ്രഖ്യാപിച്ച് അല്ലെങ്കിൽ അംഗീകരിച്ച ആ രാജ്യത്തിനെതിരെ തന്നെ ഒരു 2047 ആകുമ്പോഴത്തേക്കും ആ രാജ്യം ഭൂമിയിൽ ഇല്ലാതാകുമെന്നുള്ള രീതിയിലേക്ക്, അല്ലെങ്കിൽ അതിനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്ന തരത്തിലേക്ക്, ഒരു ഡൂംസ്ഡേ ക്ലോക്ക് ഒക്കെ കൊണ്ടുവരുന്ന തരത്തിലേക്ക് കാര്യങ്ങളെത്തി. ഒന്ന് ആലോചിക്കേണ്ടത്, ഏറ്റവും ആദ്യമേ അംഗീകരിച്ചതും നശിപ്പിക്കാനായിട്ട് ഇറങ്ങി തിരിച്ചതും, അതായത് ജനിപ്പിക്കുകയും കൊല്ലുകയും ചെയ്യുന്നത് ഒന്ന് തന്നെയാണ്. പക്ഷെ അവിടുത്തെ ഭരണ നേതൃത്വം വ്യത്യസ്തമാണ്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇത് ഒരു മതപരമായിട്ടുള്ള വലിയൊരു ഇമ്പാക്റ്റ് ഈ പ്രശ്നങ്ങൾക്ക് പിന്നിലുണ്ട് എന്നത് നമുക്ക് പറയാതിരിക്കാൻ സാധിക്കത്തില്ല. അതായത് ഒരു ചില മതങ്ങൾ, അല്ലെങ്കിൽ ഇസ്ലാമിക നിയമപ്രകാരം ഒക്കെ നോക്കുകയാണെങ്കിൽ അതിൽ ഈ ജൂതന്മാർ എന്ന് പറയുന്നവരെ
ശത്രുക്കളായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സമൂഹമാണ് ജൂത സമൂഹം എന്ന് പറയുന്നത്. അതുകൊണ്ട് എന്ത് വില കൊടുത്തും ജൂത സമൂഹം അല്ലെങ്കിൽ ജൂത രാജ്യം ഈ ഭൂമിയിൽ ഉണ്ടാവാൻ പാടില്ല, അല്ലെങ്കിൽ ഭൂമുഖത്ത് ഉണ്ടാകാൻ പാടില്ല എന്നുള്ള ഒരു നിലപാടാണ് ചില രാജ്യങ്ങളെങ്കിലും സ്വീകരിക്കുന്നത്. നമുക്കറിയാം അബ്രഹാം ഉടമ്പടി. ഈ അബ്രഹാം ഉടമ്പടി നിലവിൽ വരുന്നതിന് മുൻപ്, ട്രംപിന്റെ ആദ്യ ഭരണത്തിലാണ് ഈ അബ്രഹാം ഉടമ്പടി വരുന്നത്. ആ ഉടമ്പടി നിലവിൽ വരുന്നതിന് മുൻപ് ഗൾഫ് രാജ്യങ്ങളെല്ലാം ഇസ്രായേലിന്റെ ശത്രു രാജ്യങ്ങളായിരുന്നു. അതിനുശേഷം ട്രംപ് മുൻകൈ എടുത്തിട്ടാണ് അബ്രഹാം ഉടമ്പടി കൊണ്ടുവരികയും അബ്രഹാമിക് മതങ്ങൾ എന്ന് പറയുന്ന ആ മതങ്ങളെല്ലാം, ക്രിസ്ത്യാനിറ്റി ആയാലും ഇസ്ലാം ആയാലും ജൂതമതമായാലും, ഈ മതങ്ങളും തമ്മിൽ ഒരു ഉടമ്പടി, ഒരു ഐക്യം കൊണ്ടുവരാനായിട്ട് ട്രംപാണ് മുന്നിട്ടിറങ്ങുന്നതും. അതിന്റെ ഭാഗമായിട്ട് ഗൾഫ് രാജ്യങ്ങളിൽ ഭൂരിഭാഗം രാജ്യങ്ങൾ, സൗദിയൊന്നും ഇപ്പോഴും അതിനോട് അംഗീകരിച്ചിട്ടില്ല, പക്ഷെ ഭൂരിഭാഗം രാജ്യങ്ങളും, GCC രാജ്യങ്ങളിൽ ഭൂരിഭാഗം രാജ്യങ്ങൾ അതിനെ ഒപ്പിടുകയും ഇപ്പോൾ ഇസ്രായേലുമായിട്ട് വളരെ നല്ലൊരു രീതിയിലുള്ള ടൈമിലാണ് അവർ പോകുന്നത്. വളരെ നല്ല രീതിയിലുള്ള ഒരു നയതന്ത്ര ബന്ധത്തിലാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ യുദ്ധത്തിൽ ഇസ്രായേലിന്റെ പല സംവിധാനങ്ങളും, പല പ്രതിരോധ സംവിധാനങ്ങളും, ടെക്നോളജിയും അവർ ഉപയോഗിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും മറ്റൊരു കാര്യം കൂടി എനിക്ക് ചോദിക്കാനുള്ളത്, അതായത് ഇപ്പോൾ 13ാമത്തെ ദിവസത്തിലേക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് യുദ്ധം. അതായത് പല സ്ഥലങ്ങളിലും, എല്ലാ സ്ഥലങ്ങളിലും തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം യുദ്ധം ബാധിച്ചിട്ടുണ്ട്. ഇതിനിടയ്ക്ക് പാകിസ്ഥാൻ ഒരു സമാധാന ചർച്ചയ്ക്കൊക്കെ ഒരുങ്ങി മുന്നോട്ട് വരുന്നുണ്ട്. ഞങ്ങൾ ഇപ്പോൾ സമാധാനം കൊണ്ടുവരാം എന്നൊക്കെ ലോകത്തോടായി വിളിച്ച് പറയുകയും ചെയ്യുന്നുണ്ട്. എത്രത്തോളം ഈ സമാധാന ഉടമ്പടി നമുക്കൊരു സ്വീകാര്യമായി തോന്നുന്നു? ശരിക്കും പാകിസ്ഥാന്, എൻ്റെ ഒരു അഭിപ്രായം, ഞാൻ പേഴ്സണലായിട്ടുള്ള ഒരു അഭിപ്രായം പറയുകയാണ്. അതായത് പാകിസ്ഥാൻ എന്ന് പറയുന്നത്, റോജിക്ക് ഇപ്പൊ പാകിസ്ഥാൻ എന്ന് പറയുമ്പോൾ എന്താണ് ഓർമ്മ? മനസ്സിലേക്ക് ആണല്ലോ അത്. അപ്പോൾ ലോകം മുഴുവനുമുള്ള ഒരു ചിത്രം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പാകിസ്ഥാൻ എന്ന് കേൾക്കുമ്പോൾ തീവ്രവാദത്തിന്റെ പ്രൊഡക്ഷൻ നടക്കില്ല എന്ന് വേണമെങ്കിൽ ആ ഒരു ചിന്തയാണ് ഏത് രാജ്യമായാലും ശരി. ഇപ്പൊ തൊട്ടടുത്ത് കിടക്കുന്ന തീവ്രവാദ രാജ്യമായിട്ടുള്ള മറ്റൊരു രാജ്യമാണ് നമുക്കറിയാം അഫ്ഗാനിസ്ഥാൻ. ഒരു അഫ്ഗാനിയോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവരും പറയും പാകിസ്ഥാൻ തീവ്രവാദം എന്നേ പറയത്തുള്ളൂ. അപ്പോൾ ആ ഒരു ഇമേജ്, ഈ പാകിസ്ഥാനിലെ തീവ്രവാദം എന്ന് പറഞ്ഞാൽ മറ്റുള്ള രാജ്യങ്ങളിലേക്ക് മാത്രമല്ലെന്നേ, ഇതിന്റെ ഉള്ളിൽ തന്നെ. അപ്പോൾ ഈ ഒരു ഇമേജ് ലോകരാജ്യങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ അവരുടെ മൈൻഡിൽ നിന്നും തുടച്ചു നീക്കുക എന്നുള്ളത് പാകിസ്ഥാന് ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒരു സമയമാണിത്. അതായത് പാകിസ്ഥാന്റെ ഒരു അവസ്ഥ നോക്കുകയാണെങ്കിൽ സാമ്പത്തികമായിട്ട് അങ്ങേയറ്റം തകർന്നടിഞ്ഞ് നിൽക്കുന്ന ഒരു രാജ്യമാണ്. ഈ കഴിഞ്ഞ ദിവസം, ഇന്നലെ ആണോ അതോ മിനിങ്ങാന്നാണോ എന്ന് ഞാൻ ഓർക്കുന്നില്ല, കറക്റ്റ് കഴിഞ്ഞ ദിവസം ട്രംപിന്റെ അടുത്ത്, അമേരിക്കയോട് അടുത്ത് $1.5 ട്രില്യൺ സഹായം ചോദിച്ചിട്ടുണ്ട് പാകിസ്ഥാന്. അതായത് വെറുതെ അല്ല സമാധാനത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു ലക്ഷ്യം, അതായത് നമുക്കറിയാം ഇപ്പോൾ ഒരു ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ അമേരിക്ക സഹായിക്കണം. അപ്പോൾ എന്താണ് അവിടെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീവ്രവാദ രാജ്യം എന്നുള്ളൊരു ഇമേജ് മാറ്റുക. ഖത്തർ, നമുക്കറിയാം ഖത്തർ ഇതിന് മുൻപ് മധ്യസ്ഥമായി പിടിക്കുന്ന ഏത് പ്രശ്നം വന്നാലും മുന്നിട്ടിറങ്ങുന്ന ഒരു രാജ്യം തന്നെയായിരുന്നു. വളരെ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ഖത്തറിന് സാധിച്ചിട്ടുണ്ട്. ആ ഒരു രീതിയിലേക്ക് പാകിസ്ഥാൻ ഇനി കടന്നു വരണം എന്നുള്ള ഒരു ഉദ്ദേശമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അതിൽ പല കാര്യങ്ങളിലും പ്രാവർത്തികമാക്കാൻ സാധിച്ചില്ല. അത് പാകിസ്ഥാൻ പലപ്പോഴും ഞങ്ങൾ സമാധാനം കൊണ്ടുവന്നു എന്നൊക്കെ മുന്നോട്ട് പറയുകയും ഇതെല്ലാം പറയുന്നതിന് മുമ്പ് തന്നെ ഇല്ലാതാവുകയും ചെയ്ത ഒരു സംഭവമാണ്. അതെ, അത് പക്ഷേ സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ പാകിസ്ഥാൻ ആർക്കും വിശ്വാസം ഇല്ലാത്ത ഒരു സാഹചര്യമാണ്. അതായത് അമേരിക്ക ആണെങ്കിൽ പോലും അല്ലെങ്കിൽ ഇറാൻ ആണെങ്കിൽ പോലും പൂർണ്ണമായിട്ട് ഒപ്പം നിൽക്കുന്നുണ്ട്, ഓക്കെ അവിടെ നിന്നോട്ടെ എന്നുള്ള മൈൻഡിൽ പൂർണ്ണമായിട്ടും വിശ്വാസത്തിൽ എടുക്കാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിൽ പാകിസ്ഥാൻ ഉള്ളത്. അതുകൊണ്ട് തന്നെ എന്ത് മധ്യസ്ഥതയുമായിട്ട് മുന്നോട്ട് വന്നാലും എന്തൊക്കെ ചെയ്താലും ശരി, ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് പാകിസ്ഥാൻ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കത്തില്ല എന്നതും ഒരു ശ്രദ്ധേയമായ കാര്യമാണ്. ഈ കൂട്ടത്തിൽ ഞാൻ മറ്റൊരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കണം. അതായത് ഈ പാകിസ്ഥാൻ ഈ മധ്യസ്ഥവുമായിട്ട് മുന്നോട്ട് വന്ന സമയത്ത് ഇന്ത്യ എന്തുകൊണ്ട് ആ ഒരു രംഗത്തേക്ക് വരുന്നില്ല എന്ന ഒരു ചോദ്യം വളരെ പ്രസക്തമായിട്ട് ഉയർന്നു വന്നിരുന്നു. നമ്മുടെ നാട്ടിൽ പോലും വളരെ വിമർശിക്കുന്ന തരത്തിലേക്ക് ഇന്ത്യ പാകിസ്ഥാന്റെ അല്ലെങ്കിൽ ആ ഒരു മധ്യസ്ഥതയിലേക്ക് വരുന്നില്ല എന്നുള്ളൊരു ചോദ്യം വന്നിരുന്നു. അതിന് നമ്മൾ അന്ന് ആ സമയത്തൊക്കെ നമുക്ക് ഒന്നുകൂടി ഒന്ന് ആഴത്തിൽ പഠിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യയുടെ ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ ഇന്ത്യ എല്ലാ രാജ്യവുമായിട്ട് നല്ല ടൈമിലുള്ള രാജ്യമാണ്. അതായത് ഒരു പ്രശ്നത്തിലും പോയി അങ്ങോട്ട് തലയിടാറില്ല. നമ്മളെ ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്യാതെ നമ്മൾ വേറൊരു പ്രശ്നത്തിന് നമ്മുടെ നയം തന്നെയാണ്, ഇന്ത്യയുടെ നയം തന്നെയാണ്. മറ്റുള്ള രാഷ്ട്രങ്ങളിലേക്ക് യുദ്ധത്തിന് വേണ്ടി പോകില്ല. പക്ഷെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അത് സമാധാനത്തിന് ശ്രമിക്കും, യുദ്ധമില്ലാതാകാൻ വേണ്ടി ശ്രമിക്കും. പക്ഷെ പിന്നീട് വരികയാണെങ്കിൽ സീറോ ടോളറൻസ്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ഇപ്പോൾ ഇറാന്റെ ഒപ്പം നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല, അമേരിക്കയുടെ ഒപ്പം നിൽക്കാൻ പറ്റത്തില്ല. രണ്ട് പക്ഷവും നമുക്ക് രണ്ട് ചേരിയിലും അല്ലെങ്കിൽ രണ്ട് പക്ഷത്തും നമുക്ക് യാതൊരു ശത്രുതയും ഇല്ലാത്തൊരു സിറ്റുവേഷനാണ്. നമുക്ക് ഇറാനിലാണെങ്കിൽ പോലും വളരെ വലിയൊരു വ്യാപാര ബന്ധം ഉണ്ടായിരുന്നു യുദ്ധത്തിന് മുൻപ്. ഇപ്പോഴും ഇറാനുമായിട്ട് പ്രശ്നമില്ല. അപ്പോൾ ആ ഒരു അതുപോലെ ഒരു മധ്യസ്ഥ നിലപാടുമായിട്ട് ഇന്ത്യ ചെന്ന് അവിടെ വേറൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ല. പാകിസ്ഥാന് പക്ഷെ അങ്ങനെയല്ല.
സിറ്റുവേഷൻ, നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ ആയിരിക്കാം ഇന്ത്യ വ്യക്തമായിട്ടുള്ള നിലപാട് ഓരോ പ്രശ്നങ്ങളിലും ഓരോ സിറ്റുവേഷനിലും ഇന്ത്യ എടുക്കുന്നുണ്ട്. അത് ഇപ്പോഴായാലും ശരി ഇന്ത്യ വളരെ വ്യക്തമായിട്ടുള്ള ഒരു നിലപാട് എടുക്കുന്നുണ്ട്. പക്ഷെ പാകിസ്ഥാന് അങ്ങനെ അല്ല എന്ന് വേണം നമ്മൾ. ഓക്കെ, തീർച്ചയായിട്ടും. ഇനി നമുക്ക് ഒരു കാര്യം കൂടി കൺക്ലൂഷനിലേക്ക് പോകുന്ന ഒരു കാര്യം കൂടി, അതായത് 13 ദിവസമായിട്ട് യുദ്ധം ശക്തമായ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആക്രമിക്കുന്നു, തിരിച്ചടിക്കുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഈ യുദ്ധത്തിന്റെ ഒരു ഭാവി ഫ്യൂച്ചർ എന്തായിരിക്കും? അതായത് മറ്റുള്ള ലോകരാജ്യങ്ങളൊക്കെ ഇടപെട്ടുകൊണ്ട് വന്ന് ഇതൊരു വലിയൊരു യുദ്ധത്തിലേക്ക് മാറാനുള്ള സാധ്യതകൾ എത്രത്തോളം നമുക്ക് കാണാൻ കഴിയും? റോജി, അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ പശ്ചിമേഷ്യയിൽ ഈ ഇറാനെതിരെയുള്ള അല്ലെങ്കിൽ ഇറാൻ തിരിച്ചടിക്കുന്ന തരത്തിലുള്ള യുദ്ധം ഇതാദ്യത്തെ അല്ല. അപ്പോൾ എൻ്റെ ഒരു നിരീക്ഷണത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് എന്താണെന്ന് വെച്ചാൽ, മുന്നോട്ട് പോകുമ്പോഴും കുറച്ചൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കും. കുറച്ച് നാൾ കഴിയുമ്പോൾ ഒരു സമാധാന ചർച്ച വരുന്നു, ഒരു 10 ദിവസം ഒരു ഇടവേള വരുന്നു, അല്ലെങ്കിൽ ഒരു 2 മാസം ഒരു ഇടവേള വരുന്നു. വീണ്ടും എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ചീറ്റലും മുട്ടലും ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഇറാൻ ആണവായുധം ഉണ്ടാക്കാനുള്ള ശ്രമം നടക്കുന്നു എന്ന് അമേരിക്കയ്ക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടുന്നു, അമേരിക്ക വീണ്ടും ആക്രമിക്കുന്നു. ഇത് ഒരു ചെയിൻ പോലെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. ഇതിനൊരു അവസാനം, അല്ലെങ്കിൽ ലോകത്ത് നിന്നും ഒരു സമാധാനം, ഒരു തീവ്രവാദം അല്ലെങ്കിൽ ഒരു അക്രമ സ്വഭാവം ഒഴിവാകണമെങ്കിൽ എന്തു വേണമെന്ന് വെച്ചാൽ ചില ഐഡിയോളജികൾ തിരുത്തണം. അതില്ലാത്ത അത്രയും കാലം ലോകാവസാനം വരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ അടി ഇങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടേയിരിക്കും. അല്ലെങ്കിൽ എന്ത് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോക്സി ഗ്രൂപ്പുകൾക്കുള്ള പൂർണ്ണ പിന്തുണ ഇറാൻ പിൻവലിക്കണം. ഇനി ഒരു കാരണവശാലും തീവ്രവാദ ഗ്രൂപ്പുകളെ വളരെ സംരക്ഷിക്കില്ല. ജൂതൻ എന്ന് പറയുന്ന ആ ഒരു വിഭാഗം അവരുടെ വിശ്വാസത്തിൽ ജീവിക്കട്ടെ. ഇസ്രായേൽ എന്ന് പറയുന്നത് ഒരു ചെറിയൊരു രാജ്യമാണ്, കേരളത്തിന്റെ പകുതി പോലും ഇല്ല. അവരവരുടെ മണ്ണിൽ അവിടെ ജീവിക്കട്ടെ. ഗാസയിലുള്ളവർ അവിടെ ജീവിക്കട്ടെ. തീവ്രവാദ ഗ്രൂപ്പുകൾ ഒന്നും ചെയ്യാതെ അവരവരുടെ പണി നോക്കി സ്വന്തം കാര്യം നോക്കി ജീവിക്കട്ടെ എന്നുള്ള ഒരു നിലപാട് എന്നെടുക്കുന്നോ, അല്ലെങ്കിൽ തീവ്രവാദ ഗ്രൂപ്പുകൾ ആയുധം കൈ കൊണ്ട് എടുക്കില്ല എന്ന് തീരുമാനമെടുക്കുന്നോ അന്ന് ഈ പ്രശ്നങ്ങൾ തീരും. അതാണ് എൻ്റെ ഒരു നിരീക്ഷണം. തീർച്ചയായിട്ടും യുദ്ധം എന്ന് പറയുന്നത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. യുദ്ധം കൊണ്ട് എവിടെയും സമാധാനം ഉണ്ടാകുന്നില്ല എന്നുള്ളത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. അസമാധാനത്തിലേക്ക് ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്. ലോകക്രമത്തിൽ തന്നെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവുകയാണ്. യുദ്ധം വ്യാപിക്കുകയാണ്. 13-ാം ദിവസവും പശ്ചിമേഷ്യയിൽ ശക്തമായ രീതിയിൽ ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും ഒക്കെ നടക്കുന്നു. ഇതിൻ്റെ എല്ലാം ഭവിഷ്യത്തുകൾ, കോൺസിക്വൻസസ് അനുഭവിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ് എന്ന കാര്യം മറന്നു പോകരുത്. സമാധാനം എത്രയും പെട്ടെന്ന് സംജാതമാകട്ടെ, ലോകത്ത് സമാധാനം പുലരട്ടെ എന്ന് മാത്രമാണ് ആശംസിക്കാനുള്ളത്. ഔട്ട് ഓഫ് ദി ബോക്സ് ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി. നീറ്റ് ചോർച്ച തടയാൻ സ്വീകരിക്കുന്ന